ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിഫ്റ്റി 27,906 എന്ന ലെവലിൽ നിന്ന് തുടങ്ങി 26,000 എന്നുള്ള സൈക്കോളജിക്കൽ ലെവല് മറികടന്ന് വളരെ നല്ല ഒരു മൂവ് മാർക്കറ്റ് സൃഷ്ടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്ന സമയത്താണ് ശക്തമായ സെൽ ഓഫ് രണ്ടാം സെഷനിൽ നമ്മൾ കാണുന്നത്. ഒടുവിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 25,879 എന്ന ലെവലിലാണ്. ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ ജസ്റ്റ് 3 പോയിന്റിൻ്റെ ഒരു ഫ്ലാറ്റ് ക്ലോസിങ്. എവിടെയാണോ തുടങ്ങിയത് അവിടെ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നിഫ്റ്റിയുടെ പ്രകടനം. അപ്പോൾ വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ക്യൂസും സൃഷ്ടിച്ചിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ ഏർലി ട്രേഡിങ്ങിൽ ഉണ്ടാക്കിയ നേട്ടം മുഴുവന് ആ ഫൈനൽ ട്രേഡിംഗ് സമയത്ത് മൊത്തം മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ എന്തായിരിക്കാം ഈ രീതിയിലുള്ള ഒരു സെൽ ഓഫിന് കാരണം എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, US എക്കണോമിയിൽ വരാൻ പോകുന്ന ഡാറ്റകൾ, പല ഡാറ്റകളും പെൻഡിങ്ങിൽ കിടക്കുകയായിരുന്നു. നമുക്കറിയാം 43 ദിവസത്തെ ഹിസ്റ്ററിയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ഷട്ട് ഡൗൺ കഴിഞ്ഞിട്ടാണ് US ഗവൺമെൻറ് ഇപ്പോൾ പ്രവർത്തനക്ഷമമാകുന്നത്. ട്രംപ് ഈ ഫണ്ടിങ് ബില്ലിൽ ഒപ്പിടാൻ പോകുന്നതോടെ ഈ അവസാനിപ്പിക്കാൻ പോകുന്ന ഷട്ട് ഡൗണ് അതിനുശേഷം വരാൻ പോകുന്ന ഡാറ്റകൾ, അതിൽ ഒന്ന് ജോബ്ലെസ് ഡാറ്റ, US ഇൻഫ്ലേഷൻ ഡാറ്റ, GDP ഡാറ്റ, അങ്ങനെ പല ഡാറ്റകളുടെയും ഒരു കുത്തൊഴുക്കായിരിക്കും അടുത്ത വീക്കുകളിൽ വരാൻ പോകുന്നത്. കാരണം ഇതൊക്കെ കഴിഞ്ഞ ഒക്ടോബർ മാസം പുറത്തു വരാതെ നിൽക്കുന്ന ഡാറ്റകളാണ്. അപ്പോൾ ഈ ഡാറ്റകളൊക്കെ ഏത് രീതിയിൽ വരുമെന്നും അത് സൃഷ്ടിക്കാൻ പോകുന്ന വളറ്റിലിറ്റി എത്രമാത്രമായിരിക്കുമെന്നും എന്നതിൻ്റെ ഒരു അനിശ്ചിതത്വം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എംപ്ലോയ്മെൻറ്റ് ഡാറ്റകളൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഡാറ്റ എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ US ഫെഡറൽ റിസർവ് തീർച്ചയായിട്ടും അവിടെ ഡിസംബറിലുള്ള റേറ്റ് കട്ട് അതിൽ നിന്നും തീർച്ചയായിട്ടും പിന്മാറും. ഇത് US മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബലായിട്ടും മാർക്കറ്റുകളെ അത് ദോഷകരമായി ബാധിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു കോഷ്യസ് അപ്രോച്ചാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് എന്ന് വേണം കരുതാം. അതുകൂടാതെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്കറിയാം ബീഹാർ ഇലക്ഷൻ റിസൾട്ടുകളാണ് അടുത്ത ദിവസങ്ങൾ വരാൻ പോകുന്നത്. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് വ്യൂ വെച്ച് പുലർത്തുന്നവരുണ്ടെങ്കിൽ അവരും ഒരു കോഷ്യസ് അപ്രോച്ച് പുലർത്തുന്നുണ്ടാകാം. ഇതൊക്കെ മൊത്തത്തിൽ ഇന്ന് മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കാരണമായി എന്ന് വേണം കരുതാൻ. അപ്പോൾ നമുക്കറിയാം ഇന്നലെ വന്നിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റ അത് തീർച്ചയായിട്ടും റെക്കോർഡ് ലോയിലേക്കാണ്. ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡാറ്റയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ RBIയുടെ റേറ്റ് കട്ട് ഹോപ്പ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ഇന്ന് മാർക്കറ്റ് ഡൗൺ ആവുകയുണ്ടായത്. അപ്പോൾ ഈ ഇൻഫ്ലേഷൻ ഡാറ്റയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ ഇൻഫ്ലേഷൻ ഡാറ്റ വളരെ നല്ലതായിട്ട് തോന്നാം. കാരണം അത് റിസർവ് ബാങ്കിൻ്റെ ടാർഗറ്റിൻ്റെ ആ ഒരു ബോർഡറിനേക്കാളും എത്രയോ താഴെയാണ്. കാരണം 0.25 എന്നുള്ള ഒരു ഇൻഫ്ലേഷൻ ഡാറ്റയാണ് വന്നിട്ടുള്ളത്. ഫുഡ് ഡീഫ്ലേഷൻ കാരണമാണ് ഈ രീതിയിലുള്ള ഒരു ഡാറ്റ വന്നത്. ഫുഡ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് -5.02% ആണ്. എന്നാൽ കോർ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. കോർ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഫുഡിൻ്റെയും ഫ്യൂവൽ പ്രൈസിൻ്റെയും ഇൻഫ്ലേഷൻ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇൻഫ്ലേഷനാണ്. അങ്ങനെ നോക്കുമ്പോൾ അത് 4.49% ആണെന്ന് കാണാൻ കഴിയും. സെപ്റ്റംബർ മാസം അത് 4.37% ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കോർ ഇൻഫ്ലേഷൻ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ കുറയുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. അത് പൊതുവെ സാധാരണക്കാരുടെ കോസ്റ്റ് ഓഫ് ലിവിങ് പ്രഷറൊക്കെ കുറക്കും. ഫുഡ് ഐറ്റംസ് താഴ്ത്തു വരുന്നത് ഇന്ത്യൻ കൺസ്യൂമർ ബാസ്ക്കറ്റിന് പൊതുവെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ കോർ ഇൻഫ്ലേഷൻ അത് ഉയരുന്നത് പോളിസി മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം കൺസേൺ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മീഡിയം ടേം എങ്ങനെയായിരിക്കും ഇൻഫ്ലേഷൻ പോവുക എന്നതിൻ്റെ ഒരു സൂചനയാണത്. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ഇൻഫ്ലേഷൻ കൂടാൻ ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു അടുത്ത 1-2 മാസങ്ങളിൽ വരാൻ പോകുന്ന ഇൻഫ്ലേഷന് ചിലപ്പോൾ താഴെയായിരിക്കാമെങ്കിലും പിന്നീട് അടുത്ത മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇൻഫ്ലേഷൻ വലിയ തോതിൽ ഉയരാനുള്ള സാധ്യതയാണ് ഈ ഒരു കോർ ഇൻഫ്ലേഷൻ നൽകുന്ന സൂചന. അപ്പോൾ അതുകൊണ്ട് തന്നെ പോളിസി മേക്കേഴ്സ്, പ്രത്യേകിച്ച് RBI MPC മീറ്റിങ്ങിലൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു ലോവർ ഇൻഫ്ലേഷൻ കാരണം ഒരുപക്ഷെ റേറ്റ് കട്ടിലേക്ക് അവർ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം കോർ ഇൻഫ്ലേഷൻ അപകടകരമായ രീതിയിലേക്ക് പോകും എന്ന ഒരു ഭയം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. ഇതുകൂടാതെ നമ്മൾ മാർക്കറ്റ് മുന്നോട്ട് പോകാത്തതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണുന്നത് FIAസിൻ്റെ സെല്ലിംഗ് ആണ്. കാരണം നവംബർ പിറന്നതിന് ശേഷം നമ്മൾ എല്ലാ ട്രേഡിംഗ് സെഷനിലും അവർ സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും നമുക്ക് കാണുന്നത് അവർ സെല്ലിംഗ് സൈഡിലാണ്. എന്നാൽ അവരുടെ സെല്ലിങ്ങിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എമൗണ്ട് വളരെ കുറഞ്ഞ രീതിയിലാണ്. 2,000-1,000 കോടി ആ ഒരു റേഞ്ചിലൊക്കെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് കാണാൻ കഴിയും നവംബർ 7-ാം തീയതി അവർ ഒരു ബൈങ് നടത്തിയിരുന്നു. 4,500 കോടിയോളം രൂപയുടെ ഒരു നെറ്റ് ബൈങ് അവർ നടത്തിയിരുന്നു. പക്ഷെ അവിടെ നമ്മൾ നോക്കേണ്ടത് ആ ബൈങ്ങിൻ്റെ ഡാറ്റ നമ്മൾ പരിശോധിച്ചാൽ അത് ഒരു ബ്ലോക്ക് ഡീലിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്.
അവിടെ പാസ്റ്റൽ ലിമിറ്റഡിൻ്റെ സിങ്ടെൽ എന്ന് പറയുന്ന സബ്സിഡിയറി അവർ ഭാരതി എയർടെല്ലിലുള്ള അവരുടെ സ്റ്റേക്ക് ഏകദേശം 0.8% അത് ഏകദേശം 10,300 കോടിയോളം വരും. അതിൻ്റെ ഒരു സെല്ലിംഗ് അവർ നടത്തിയിരുന്നു. അത് 2030 എന്നുള്ള ഒരു ഫ്ലോർ പ്രൈസിലാണ് സെല്ല് ചെയ്തത്. അപ്പോൾ ആ സിങ്ടെൽ എന്ന് പറയുന്ന ആ സബ്സിഡിയറിയുടെ ഒരു ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അവരത് സെല്ല് ചെയ്തത്, അല്ലാതെ ഭാരതി എയർടെല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല. അപ്പോൾ അത് വാങ്ങിയത് മറ്റൊരു ഫോറിൻ എൻറ്റിറ്റി ആയിരിക്കാം, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നെറ്റ് ബൈയിങ് ആണ് അന്ന് അവിടെ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോർമലായിട്ടുള്ള FIIസിൻ്റെ ഒരു ബൈയിങ് ആയിരുന്നില്ല, വേറിട്ട ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണേണ്ട ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നവംബർ മാസം എല്ലാ ട്രേഡിംഗ് സെഷനിലും FIIs സെല്ലിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ FIIs എപ്പോഴാണോ ബൈയിങ് മോഡിലേക്ക് വരുന്നത് എങ്കിൽ മാത്രമേ മാർക്കറ്റിൽ നല്ലൊരു മൂവ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക മാത്രമേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. ഇനി നമ്മളൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നവംബർ 12 ടാറ്റയുടെ കമേഴ്ഷ്യൽ വെഹിക്കിൾ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഡിമേർജർ നടക്കുന്നതിന് മുമ്പേ ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് 660 രൂപ എന്ന ലെവലിലായിരുന്നു, അതായത് ഒക്ടോബർ 14 മുമ്പുള്ള അതിൻ്റെ പ്രൈസ്. എന്നാൽ ഡിമേർജറിന് ശേഷം ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൈസ് 400 രൂപയാകുകയും അതുപോലെ ഈ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ പ്രൈസ് 260 രൂപയായിട്ടുമാണ് ഡിവൈഡ് ചെയ്തത്. എന്നാൽ ടാറ്റ മോട്ടോഴ്സ് കമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ അല്ലെങ്കിൽ CVയുടെ ലിസ്റ്റിംഗ് നടന്നത് 12 പക്ഷെ ആ ലിസ്റ്റിംഗ് ഡേയിൽ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഏകദേശം 27% ഒരു ഗെയിനാണ് ഇത് നേടിയത്. 335 എന്ന പ്രൈസിലാണ് ലിസ്റ്റ് ചെയ്തത്, അതായത് 260 രൂപ നിശ്ചയിച്ച പ്രൈസാണ് 335 ഉയർന്നത്. അപ്പോൾ അവിടെ ഈ ടാറ്റയുടെ കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല തോതിൽ ബുള്ളിഷായി, അതേസമയം പാസഞ്ചർ വെഹിക്കിൾ അതേ രീതിയിൽ ബുള്ളിഷ് ആയിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഏത് ഷെയറാണ് ഒരു ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ബിസിനസ്സുകളും രണ്ട് ഡിഫറെൻറ്റ് ബിസിനസ്സുകളാണ്. കാരണം ഈ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് വെഹിക്കിളുകളും ജാഗ്വാർ ലാൻഡ് റോവറും അടങ്ങുന്ന ഒരു ബിസിനസ്സാണ്. ഇതിൻ്റെ മേജറായിട്ടുള്ള ബിസിനസ് 70%-ലധികം ജാഗ്വാർ ലാൻഡ് റോവറിൻ്റെ ബിസിനസ്സാണ്. എന്നാൽ ടാറ്റ കമേഴ്ഷ്യൽ വെഹിക്കിളിൻ്റെ ബിസിനസ് അത് ഹെവി ഡ്യൂട്ടി ബസ്സുകളും ട്രക്കുകളും അടങ്ങുന്ന കമേഴ്ഷ്യൽ വെഹിക്കിളുടെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ് ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഒരു സെഗ്മെൻറ്റാണ്. അവിടെ ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ ലക്ഷറി സെഗ്മെൻറ്റും അടങ്ങുന്ന വെഹിക്കിളുകളാണ് ടാറ്റ മോട്ടോഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഡിഫെൻസീവായിട്ടുള്ള ക്യാരക്ടറുള്ള ഒരു ബിസിനസ്സാണ്. കാരണം അവിടെ ഒരു സ്റ്റഡി ഗ്രോത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ഗ്രോത്ത് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് സ്റ്റോക്കുകളിൽ ഏതാണ് നമുക്ക് സ്യൂട്ട് ചെയ്യുക എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലാണ് അവിടെ കാര്യമായിട്ട് പരിഗണിക്കേണ്ടത്. അപ്പോൾ പാസഞ്ചർ വെഹിക്കിൾ ചൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഗ്രോത്ത് ഓറിയൻറ്റഡ് ഇൻവെസ്റ്റർ ആയിരിക്കും. അതുകൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഭാവിയിൽ വലിയൊരു ബൂം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. അതുപോലെ സൈക്ലിക്കാലിറ്റി വലിയ തോതിലില്ലാത്ത ഒരു ബിസിനസ് കൂടിയായിരിക്കും ഈ ഒരു പാസഞ്ചർ വെഹിക്കിൾ ബിസിനസ്. എന്നാൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും സൈക്ലിക്കലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ GDP ഗ്രോത്തും ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങും അതൊക്കെ ഇനിയും തുടരുമെന്നും ഭാവിയിൽ വമ്പിച്ച ഗ്രോത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കമേഴ്ഷ്യൽ വെഹിക്കിളിന് വലിയ സാധ്യതയാണുള്ളത്. അതുകൂടാതെ കമേഴ്ഷ്യൽ വെഹിക്കിളിന് മറ്റൊരു പ്രത്യേകത, അവിടെ പുതിയ പ്ലെയേഴ്സിന് കാർ സെഗ്മെൻറ്റിൽ പോലെ ഈസി ആയിട്ട് കടന്നു വരാൻ കഴിയില്ല. കാരണം ഇത് വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ അവിടെ ഒരു എൻട്രി ബാരിയർ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലായിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതിനടിസ്ഥാനത്തിലായിരിക്കണം ടാറ്റ മോട്ടോഴ്സ് ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങളൊരു ഹൈ റിസ്ക് ഹൈ റിവാർഡ് ടൈപ്പ് ഇൻവെസ്റ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്കും, അതേസമയം നിങ്ങളൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈലിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ സഹായകമാകുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവെക്കാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.